അങ്ങനെയല്ലല്ലോ ഇവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ. സഖാവ് പിണറായി വിജയന്റെ വീടുകളിൽ റെയ്ഡ്, 12 റെയ്ഡ്. ഒന്ന് കേക്ക് വാചകം. സഖാവ് പിണറായി വിജയന്റെ വീടുകളിൽ റെയ്ഡ് 12 പിന്നെ 12 ഏതാണെന്ന് പറയുന്നത് കുറെ കഴിഞ്ഞിട്ടാ. അതായത് സഖാവ് പിണറായി വിജയൻ ഏതാണ്ട് 12 വീടുള്ള രീതിയിലാണ് ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് പറഞ്ഞില്ലേ 242 അക്കൗണ്ടുകൾ വീണ വിജയന്റെ പൂട്ടി. അതിന് എനിക്ക് ഉത്തരവാദിത്തമില്ല. ഏതെങ്കിലും ഒരു മാധ്യമം എന്തെങ്കിലും തെറ്റ് കൊടുത്തതിന് എനിക്ക് ഉത്തരവാദിത്തമില്ല. താങ്കൾക്ക് ഉത്തരവാദിത്തം ഇല്ല. അതിന് ഞാൻ ഉത്തരവാദിത്തം. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇന്ന് പറഞ്ഞ പ്രതികരണത്തിൽ ഞാൻ അരുണിനോട് മറുപടി ചോദിച്ച കാര്യമുണ്ടോ? ഞാൻ കേൾപ്പിക്കണോ എൻ സുരേഷ് ബാബുവിന്റെ പ്രതികരണം? അല്ല, ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുകയോ താങ്കളോട് ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചോദിക്കുകയല്ല ചെയ്തത്. ഈ കേരളത്തിൽ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നടക്കുന്ന ഒരു പൊതുബോധ നിർമ്മിതിയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ കേട്ടോ? ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഏറ്റവും സമ്പത്തുള്ളയാൾ സഖാവ് പിണറായി വിജയനാണെന്നും പറഞ്ഞ് ഒരു 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലിന്റെ പേരിലുള്ള കാർഡ് ഇറങ്ങി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ താമസിക്കുന്ന വാടക വീട് 3 ലക്ഷം രൂപ വാടകയ്ക്ക് എടുത്തതാണ് എന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചയിലെ ഒരു നിരീക്ഷകൻ വന്ന് പറയുന്നു. പല ചാനലുകളുടെയും പേരിൽ കാർഡുകൾ ഇറങ്ങുന്നു. അതിന്റെ കൂടെയാണ് വീണ വിജയന്റെ 242 അക്കൗണ്ടുകൾ പൂട്ടി എന്ന് പറഞ്ഞ് 1-ാം നമ്പർ ചാനലിന്റെ പേരിൽ കാർഡ് വരുന്നു. എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത്? ഏതു വ്യാജ വാർത്തയും കള്ള വാർത്തയും പ്രചരിപ്പിക്കാം. ഞാൻ അരുണിലേക്ക് തിരിച്ചു